ജയിലിൽ പോകുക സമ്പാദിക്കൂ. നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനം അനുസരിച്ചിട്ട് ഒരു ജയിലിൽ താമസിച്ച് പണിയെടുക്കുന്ന ഒരു ജയിൽ പുള്ളിക്ക്, ഒരു കുറ്റവാളിക്ക് 63 രൂപയാണ് എല്ലാ ചിലവും കഴിച്ചിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നത്. അവർ പണിയെടുത്തതിൻ്റെ വേതനം കൊടുക്കുന്നത് 63 രൂപ. അത് ഗവൺമെൻറ് 520 രൂപയ്ക്ക്. പുറത്ത് എല്ലാ ചിലവും കഴിഞ്ഞാൽ 1000 രൂപ കിട്ടില്ല. ഒരാൾക്ക് പണിയെടുക്കുന്നതൊക്കെ 1000 രൂപ 1200 രൂപയാണ് ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്നത് പുറത്ത്. അത് എല്ലാ ചിലവും കഴിഞ്ഞല്ല, അവൻ്റെ ചിലവുകളൊക്കെ വേറെ വരും. എക്സ്ട്രാ അവൻ്റെ ചിലവുകളൊക്കെ അവൻ തന്നെ എടുക്കണം. ഇവിടെ ജയിലിൽ എല്ലാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 520 രൂപ ഒരു ദിവസം കിട്ടുന്നു. അപ്പോൾ ഒരു മാസം എത്ര കിട്ടും? ഒരു മാസം അവർക്ക് 15,000-16,000 രൂപയുടെ മുകളിൽ അവന് ശമ്പളം കിട്ടുന്നു. ഒരു കൊല്ലാകുമ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തിൻ്റെ അടുത്ത് അവന് സാലറി കിട്ടും. അത് വീട്ടിലേക്ക് അയക്കാം. അത് ജയിലിൽ പോയി ഇപ്പോൾ മറ്റുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ ഇതിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അവിടെ ശമ്പളം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ജയിലിലേക്ക് ഇനി ആളുകൾ മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജയിലിലേക്ക് വരേണ്ടി വരും. പണിയെടുക്കാനായിട്ട് വരും ആളുകൾ, കുറ്റവാളികളായിട്ട് വരും. കേരളത്തിൽ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവൻ അകത്താവുന്നു. അവന് 520 വെച്ച് മാസം കിട്ടുന്നു. എല്ലാ ഫുഡും കിട്ടും. എല്ലാ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ഫുഡുകളൊക്കെ ചോറ്, കടല, ഉപ്പുമാവ്, പഴം, മീൻ കറി, അതുപോലെ തന്നെ അതൊക്കെ വിവിധ ദിവസങ്ങളിലായിട്ട് മട്ടൻ ഒരു ദിവസം. ഇത്തരം സൗകര്യങ്ങളാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ ജയിലിൽ ഒരുക്കിയിരിക്കുന്നത്. നല്ല സുഖമായ രീതിയിൽ മുന്നോട്ട് പോകാം. സ്വാതന്ത്ര്യം മാത്രമില്ല. അപ്പോൾ ഇവിടെ കുറ്റവാളികൾ കൂടുകയോ കുറയുകയോ കേരളത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഇനി ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി CPM ഉള്ള അവരുടെ ആളുകൾ കൂടുതലുണ്ടാവും. ഇനി കൂടുതൽ ജയിലിലേക്ക് വരുമോ, എന്താ അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ കടത്തിലാണ്. വരുമാനം ഇല്ല. സെൻട്രൽ ഗവൺമെൻറ് സാമ്പത്തികമായി സഹായിക്കുന്നില്ല എന്നുള്ള പരാതിയിൽ LDF ശക്തമായ സമരം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ മുഖ്യമന്ത്രി സമരം നയിച്ചുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ആ സമയത്താണ് ഇന്ന് പുതിയ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ജയിൽ പുള്ളികൾക്ക് ഇനി മുതൽ 520 രൂപ വെച്ചിട്ട് കേരളത്തിലെ ജയിലിലെ ജയിൽ പുള്ളികൾക്ക് കിട്ടും. എന്താ സുഖമല്ലേ? ഇപ്പോൾ ഗോവിന്ദചാമിയൊക്കെ ഇനി ഇറങ്ങുമ്പോൾ ലക്ഷപ്രഭുവായിട്ടായിരിക്കും ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത് കുറ്റവാളികളെ കൂടാൻ വേണ്ടിയിട്ട് അവർക്ക് ടെൻഡൻസി കൂടുതലുള്ള, ജയിലിൽ പോയാലും ഇത്തരം കിട്ടും എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നു എന്നാണ് കാണിക്കുന്നത്. ശരിക്കും സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇത് ഈ ഗവൺമെൻറ്റിനോട് എതിർപ്പാണ് ഉണ്ടാകുന്നത്. കാരണം കുറ്റവാളികളെ ഇതുപോലെ സഹായിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്. അതായത് ജനങ്ങൾ കുറ്റവാളികളെ ഭയപ്പെട്ടാണല്ലോ ജീവിക്കുന്നത്. കുറ്റവാളികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ കുറ്റം ചെയ്യാതെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ അവരെ സാധാരണ ജീവിതത്തിന് എല്ലാ രീതിയിലും പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഇവരെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളെ ഈ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ പ്രതികൂലിക്കുകയോ, ഇതിന് മാത്രം വോട്ട് ചെയ്യാൻ പറ്റിയ വല്ല കുറ്റവാളികളും കേരളത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്ത് ഒരു ഭ്രാന്തന്മാരായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇവരെടുക്കുന്നത്. ഇത് കുറ്റവാളികൾ അവർ അന്തസ്സുള്ള രീതിയിൽ ജീവിക്കണം. കുറ്റവാളികൾ അവരുടെ വീട്ടിലേക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ഉണ്ടാവണം. ഇവർ ജയിലിലേക്ക് പോയാൽ പിന്നെ ആ കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ആ കുടുംബം തകരരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ.